Namaste. According to the laws of physics, for every action there will be an equal and opposite reaction. ഭൗതിക നിയമം അനുസരിച്ച് ഏതൊരു ആക്ഷൻ ഏതൊരു പ്രവർത്തനത്തിനും അതിന് തത്തുല്യമായിട്ടുള്ള അളവിലുള്ള ഒരു ഈക്വൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള തത്വമാണ്, അല്ലെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സിമ്പിൾ ലോജിക്കിൽ തന്നെ നമുക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണിത്. ഇനി നമ്മൾ പ്രാചീന ആത്മീയതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഹെർമറ്റിസിസം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഹിന്ദുവിസം ആയാലും ഈ ഒരു ശാസ്ത്രീയ തത്വമൊക്കെ ഫോം ചെയ്യുന്നതിന് മുൻപുള്ള പ്രാചീന കാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രാചീന ആത്മീയതയിൽ നമുക്ക് തത്തുല്യമായിട്ടുള്ള സങ്കല്പങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. വർഷങ്ങൾക്ക് മുൻപേ ശാസ്ത്രമൊക്കെ ഇത്ര ഡെവലപ്പ് ആകുന്നതിന് മുൻപ്, തത്വചിന്തയൊക്കെ ഈ ഒരു വിധത്തിൽ ഫോം ചെയ്യുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് പ്രാചീന കാലത്തുള്ള നമ്മളുടെ പൂർവികർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് പ്രത്യേകിച്ച് സയന്റിഫിക് എക്യുപ്മെന്റ്സ്, ടൂൾസ് ഒന്നും ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല. ഇപ്പോഴത്തെ ടെക്നോളജിയോട് കിടപിടിക്കുന്ന ഏൻഷ്യന്റ് ടെക്നോളജി ഉള്ളതായിട്ടും നമുക്ക് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. ഒരുപക്ഷെ ഇവർ അതിലേക്ക് എത്തിച്ചേർന്നത് ആഴത്തിലുള്ള ചിന്തയിലൂടെയും ധ്യാനത്തിലൂടെയും സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെയും തന്നെ ആയിരിക്കാം. ആ സമയത്ത് ഇവർ ജ്ഞാനത്തിനെ സ്വായത്തമാക്കുകയാണ്. അതിൽ കൂടെ തന്നെ അവർ നോളജ് കരസ്ഥമാക്കുകയും ചെയ്യുകയാണ്. ജ്ഞാനം എന്ന് പറയുന്ന സമയത്ത് അത് എല്ലായിടത്തും ഒരേ രീതിയിൽ ആപ്ലിക്കബിൾ ആയിരിക്കും. നോളജ് എന്ന് പറയുന്ന സമയത്ത് അത് അറിവാണ്. ഈ അറിവ് ജ്ഞാനത്തെ ചിലപ്പോൾ രൂപപ്പെടുത്തിയേക്കാം. അതുപോലെ തന്നെ ഒരു ജ്ഞാനത്തിന്റെ പുറത്ത് നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കുള്ള അറിവുകളായിട്ടും അത് മാറി പരിണമിക്കുന്ന അവസ്ഥകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മീയതയിലേക്ക് പോകുന്ന സമയത്ത് ഹൈന്ദവ സംസ്കാരത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കർമ്മം എന്ന് പറയുന്ന സങ്കല്പം. എന്തൊരു കർമ്മം ചെയ്താലും അത് ആത്മീയ തലത്തിൽ അല്ലെങ്കിൽ കാരണ തലത്തിൽ രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ആ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും അതിന്റെ റിസൾട്ട്സ് ലഭിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുൻപുള്ള വീഡിയോകളിൽ കാരണതലം എന്താണെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു സാധാരണ റിലീജിയസ് ചൈൽഡിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കരുത്. കാരണം അവിടെ എപ്പോഴും തെറ്റ്, ശിക്ഷ ഇങ്ങനെയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ തെറ്റിന് ശിക്ഷിക്കുന്നത് ദൈവം അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പിശാച് എന്നൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി സ്പിരിച്വലി എവല്യൂഷൻ ചെയ്യുന്ന അവസ്ഥയിലുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെറ്റ്, ശിക്ഷ അല്ലെങ്കിൽ ഒരു ഓൾഡ് മാൻ ഇൻ ദ സ്കൈ ഈസ് ഒബ്സർവിങ് എവറിത്തിങ് ആൻഡ് പണിഷിങ് യു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു മെക്കാനിക്കൽ പ്രോസസ്സ് പോലെയാണ്. യൂണിവേഴ്സിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്. ഈ ഭൂമി സൂര്യനെ ചുറ്റുന്നതും അല്ലെങ്കിൽ സൗരയൂഥം അതിന്റെ രീതിയിൽ സഞ്ചരിക്കുന്നതും ഗാലക്സീസ് വലുതായിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചലനാത്മകതയും മൂവ്മെന്റും ഒക്കെ കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഈ പ്രവർത്തനങ്ങൾക്കുള്ള ഫലം, നമ്മൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അതിനിടയിൽ കാണുന്ന എല്ലാ കാര്യത്തിനും എന്തായാലും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഇറ്റ് വിൽ വർക്ക് ആസ് എ മെക്കാനിക്കൽ പ്രോസസ് എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്ക് ഇതിന് സഫറിങ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചേക്കാം. ഇനി അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മരണത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ അസ്ട്രൽ ബോഡി വേർപെട്ട് അസ്ട്രൽ ലോകത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വെച്ചും സ്വർഗനരകങ്ങളുടെ എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടായേക്കാം. അസ്ട്രൽ ലോകത്തിലാണ് നരകവും സ്വർഗത്തിന്റെ താഴ്ന്ന തലങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തു തന്നെ ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥയുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. മാനസികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ളതുമായിട്ടുള്ള അവസ്ഥകളും നമുക്കുള്ളതായിട്ട് അറിയാം. മാനസികമായിട്ടുള്ള അവസ്ഥകളെ സയന്റിഫിക്കലി ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ മനസ്സെന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ന് റിജക്റ്റഡ് ആണെങ്കിലും ഈ ബിഹേവിയർ അല്ലെങ്കിൽ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് താനും. ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആത്മീയതയിൽ മാനസിക തലം എന്ന് പറയുന്ന സമയത്ത് അത് മറ്റൊന്ന് തന്നെയാണ്. എല്ലാ കാര്യങ്ങളുടെയും സാർവത്രികമായിട്ടുള്ള മനസ്സ്, സാർവത്രികമായിട്ടുള്ള ആശയങ്ങളും അറിവുകളും ഒക്കെ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള സ്ഥലം. അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാരണതലം വരുന്നതെന്നും നമ്മുടെ എല്ലാവരുടെയും കാർമിക് ഇംപ്രഷൻസ് അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള നമ്മുടെ ലേണിങ്സും ഒക്കെ അവിടെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ആ ഒരു തലത്തിലേക്ക് ഉയരുന്ന സമയത്താണ് മുൻ ജന്മങ്ങളെ കുറിച്ചൊക്കെ ഒരുവൻ അറിവ് കിട്ടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിമ്പിൾ ലോജിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഒരു തലവും അതിനപ്പുറത്തേക്കുള്ള ഒരു തലവും എന്ന് നമുക്ക് ചുരുക്കി പറയാം. നമ്മൾ ആത്മീയതയിലേക്ക്, ഹെർമറ്റിസിസത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദുയിസത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ, തിയോസഫിയിലൂടെയും ഒക്കൾട്ട് നോളജി കൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ പല തരത്തിലുള്ള തട്ടുകളും തലങ്ങളെയും കുറിച്ച് നമുക്ക് അതീവ ഗഹനമായിട്ടുള്ള അറിവുകൾ കിട്ടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെ ഒരു സയൻസ് എന്ന് വിളിക്കുന്നില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് സയൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ആത്മീയതയുടെ ശാസ്ത്രം എന്ന് പറയുന്നത്
സാധാരണ ശാസ്ത്രത്തിന്റെ കെട്ടുപാടുകൾക്കും ചട്ടക്കൂടുകൾക്കും ഫ്രെയിംവർക്കിനും ഉള്ളിലുള്ളതല്ല എന്നത് തന്നെ. സോ കർമ്മം എന്ന് പറയുന്നത് ആക്ഷൻ ആണ് എന്നുള്ളത് നമ്മളുടെ പൂർവികർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ബൈബിളിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നതെന്തും സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെന്തും സ്വർഗത്തിലും അഴിക്കപ്പെടും എന്നുള്ള കാര്യം. ദിസ് മീൻസ് ആക്ഷൻ. നമ്മുടെ ഇവിടുത്തെ പ്രവർത്തികൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഓൾഡ് മാൻ ഇൻ ദ സ്കൈ എല്ലാം നോക്കിയിരുന്ന് ശിക്ഷിക്കുകയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അയക്കുമെന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഹെവൻ ആൻഡ് ഹെൽ എന്നുള്ളതാണ്. നമ്മളുടെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഒക്കെ ഉത്തരവാദി നമ്മൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ഹയർ സെൽഫ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഹയർ സെൽഫ് കണക്റ്റഡ് ആയിരിക്കുന്നതായിട്ടുള്ള ഒരു ഹയർ സോഴ്സ് ഓഫ് എനർജിയും ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓർ ക്രിയേറ്റർ എന്നൊക്കെ നമുക്ക് പറയാനായിട്ടും സാധിക്കും. എല്ലാ ക്രിയേറ്റേഴ്സിന്റെയും ക്രിയേറ്റർ ആണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള തത്വങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ക്രിയേറ്ററുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചുണ്ട്. പക്ഷെ ഇന്ന് നാം പറയാൻ പോകുന്ന കാര്യം സയൻസുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഹെർമറ്റിസിസത്തിലെ ദ പ്രിൻസിപ്പിൾ ഓഫ് പൊളാരിറ്റിയെ കുറിച്ചാണ്. ഫോർ എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഫോർ എവറി ആക്ഷൻ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആക്ഷന്റെ മൂല കാരണം എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി, വൈബ്രേഷൻ, ഫ്രീക്വൻസി, ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ബേസിക്കലി എവറിത്തിങ് ഈസ് എനർജി എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ എനർജിക്ക് പ്രതിപ്രവർത്തനം ഉണ്ടാകുക എന്ന് പറയുന്ന സമയത്ത് എല്ലാ ഒബ്ജക്ട്സിനും ഒരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രതിരൂപം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഹൈലി അബ്സ്ട്രാക്ട് ആയതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുകയില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസിലൂടെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും നമ്മളുടെ ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിനും നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സ്വർഗ നരകങ്ങളെ നിയന്ത്രിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കാനായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫിലോസഫി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതും എന്നുള്ളത് അതിന്റെ ടെക്നിക്സും വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ടായിരിക്കും. There is no God. If there is a God, he is evil. ഒരു ദൈവമില്ല അല്ലെങ്കിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ അവൻ ഈവിൾ ആണ്. കാരണം ഹി ക്രിയേറ്റഡ് ഓൾ ദീസ് ഈവിൾ. ഈ മോശമായിട്ടുള്ള ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയത് അവൻ തന്നെയാണ്. ഒരു പിശാചുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കിയതും അവൻ തന്നെയാണ്. നിരീശ്വരവാദിയായ ഒരു അധ്യാപകൻ ഈ കാര്യം ക്ലാസ് റൂമിൽ പറഞ്ഞ സമയത്ത് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, പ്രകാശം ഉണ്ടോ, പ്രകാശം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓഫ് കോഴ്സ് പ്രകാശമുണ്ട്, പ്രകാശം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, പ്രകാശമില്ലാത്ത അവസ്ഥ എന്താണ്? ഡാർക്ക്നെസ്. അപ്പോൾ ആ കുട്ടി കൺക്ലൂഡ് ചെയ്യുകയാണ്, ഡാർക്ക്നെസ് എന്ന് പറയുന്നത് പ്രകാശമില്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ പ്രകാശം അവിടേക്ക് എത്താതെ വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈവിൾ എന്ന് പറയുന്നത് ദൈവം ഇല്ലാത്ത അവസ്ഥയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ഊർജം എത്താത്ത അവസ്ഥ എന്നുള്ളത്. ആ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്, ചൂട് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ പ്രൊഫസർ പറയുകയാണ്, തീർച്ചയായിട്ടും ചൂട് എന്ന് പറയുന്ന സംഗതി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഈ ചൂടില്ലാത്ത അവസ്ഥ എന്താണ്? അത് മരവിപ്പിക്കുന്നതായിട്ടുള്ള തണുപ്പുള്ള അവസ്ഥയാണ്. സോ പ്രകാശത്തിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഡാർക്ക്നെസ്സിനെ കാണുന്നത്. ചൂടിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ലൈറ്റിനെ കാണുന്നത്. ഇത്രയും ചോദ്യങ്ങൾ വന്നപ്പോൾ ആ പ്രൊഫസർ അല്ലെങ്കിൽ ആ ടീച്ചറിന് ഉത്തരങ്ങളില്ല. ആൽബർട്ട് ഐൻസ്റ്റീന്റെ കുട്ടിക്കാലത്ത് നിരീശ്വരവാദിയായിട്ടുള്ള ഒരു ടീച്ചറും ക്ലാസ് റൂമിൽ ആൽബർട്ട് ഐൻസ്റ്റീനും തമ്മിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭാഷണ ശകലമാണിത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കാര്യം നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പൊളാരിറ്റിയുടെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബിക്കം ഹൈലി പവർഫുൾ. കാരണം അത്ര ശക്തമായിട്ടുള്ള ഒരു തത്വമാണിത്. നമ്മൾ താത്വികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആൻഡ് സയന്റിഫിക്കൽ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശരിവെക്കപ്പെടുന്ന ഒരു ആത്മീയ തത്വമാണ് ഹെർമെറ്റിസിസത്തിലെ ഈ പ്രിൻസിപ്പിൾ. ഇത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് സ്വന്തം ജീവിതവും മറ്റുള്ളതും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സമൂഹത്തിനെ പോലും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ശക്തിയുള്ള ആളായിട്ട് മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാത്ത ആളുകളാകട്ടെ ഈ നിയന്ത്രണത്തിൽ അടിപ്പെട്ടുകൊണ്ട് കളിപ്പാവകളായിട്ട് മാറും എന്നുള്ളതും മറ്റൊരു സത്യം. കാരണം ഇന്നത്തെ ലോകത്ത് ഭൂരിപക്ഷം ആളുകളും പോളറൈസ്ഡ് ആണ്. കാരണം അവർ പഠിക്കുന്ന സമയത്തും അവർ കേൾക്കുന്നതായിട്ടുള്ള ചിന്താധാരകളും അവർ വിശ്വസിക്കുന്നതായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളും അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ട് മതങ്ങൾ സൃഷ്ടിച്ചവർ അല്ലെങ്കിൽ മതങ്ങളിലേക്ക് മനുഷ്യൻ്റെതായിട്ടുള്ള കലർപ്പ് തിരികെ കയറ്റിയ ആളുകൾ ഈ ഹെർമറ്റിസിസത്തിലെ അല്ലെങ്കിൽ ഇതിനു മുൻപുണ്ടായിരുന്ന സ്പിരിച്വൽ ട്രഡീഷനിലെ ഈ പോളറൈസേഷന്റെ തത്വം മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകൾ ഇത് അതേപടി വിഴുങ്ങുന്ന ആളുകൾ അതിന് അടിമകളായിട്ട് ഇവരുടെ അടിമകളായിട്ട് എക്കാലത്തും അവരും അവരുടെ തലമുറകളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്.
ഈ ഒരു തത്വം ഉപയോഗിച്ച് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ റിലീജിയൻസ് മനുഷ്യനെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പൊളിറ്റീഷ്യൻസ് മനുഷ്യനെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ശക്തിയുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. പല മതങ്ങളിലും പറയുന്നുണ്ട് സമശീതോഷ്ണവാനാകാതെ ഇരിക്കുക, യു ഹാവ് ടു ബി ആൻ എക്സ്ട്രീമിസ്റ്റ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മിഡിൽ പാത്ത് ഈസ് ദ ഗോൾഡൻ പാത്ത് എന്ന് ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു പാത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സമാധാനവും ബാലൻസും ഫീൽ ചെയ്യുക എന്നുള്ളത്. അതിലൂടെ എൻറ്റർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. ബി പോളറൈസ്ഡ് അല്ലെങ്കിൽ ബി ആൻ എക്സ്ട്രീമിസ്റ്റ്, നിങ്ങൾക്കൊരു വാദമുണ്ടായിരിക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ഒരു സമശീതോഷ്ണവാനാകാതെ ഒരു ഉഷ്ണവാനോ അല്ലെങ്കിൽ ഒരു ശീതമായിട്ടുള്ള അവസ്ഥയിലോ ആയിരിക്കുക എന്ന് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയി മാറണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം അത്തരത്തിൽ ഒരു തത്വത്തിന് വേണ്ടി മനുഷ്യൻ നിലകൊള്ളുന്ന സമയത്ത് മാത്രമേ മനുഷ്യനെ ഭരിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കുകയുള്ളൂ. മാനിപ്പുലേറ്റ് ചെയ്യാനും കളിപ്പാവകളാക്കിയിട്ട് മാറ്റാനായിട്ടും സാധിക്കുകയുള്ളൂ. ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മനുഷ്യൻ ഇത് തിരിച്ചറിയുന്ന സമയത്ത് അവന്റെ ട്രൂ പൊട്ടൻഷ്യലും ട്രൂ പവറും തിരിച്ചറിയുകയാണ്. എന്നോട് കുട്ടിക്കാലത്ത് പലരും പറഞ്ഞിട്ടുണ്ട് സമശീതോഷ്ണവാനായിരിക്കരുത്, ഏതെങ്കിലും ഒന്നിലേക്ക് ആയിരിക്കുക, എക്സ്ട്രീം ആയിരിക്കുക എന്നുള്ളത്. ആ സമയത്ത് തന്നെ എനിക്ക് അവരോട് എന്തെന്നില്ലാത്ത ഒരു സഹതാപവും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അവസ്ഥയും തോന്നി എന്നുള്ളതാണ്. ഞാൻ അവരോട് ഒന്നും പറഞ്ഞില്ല. ആ വാദപ്രതിവാദത്തിൽ ഒരു സ്വയം പരാജയത്തിനെ വരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് വർഷങ്ങളോളം ചിന്തിക്കുകയും വായിക്കുകയും ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി സമശീതോഷ്ണവാനായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് മിഡിൽ പാത്താണ് സ്വർണത്തിന്റെ പാത എന്ന് പറയുന്നത്. സൈഡിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് നഷ്ടപ്പെട്ട് ഇംബാലൻസ്ഡ് ആവുകയും നമ്മൾ പോളറൈസ്ഡ് ആയിട്ട് ഒരു ജഡത്തിന്റെ അടിമ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു നാശത്തിന്റെ അവസ്ഥയിലേക്കോ നമ്മൾ പോകും എന്നുള്ളതാണ്. സോ എക്സ്ട്രീമിസം വിശ്വാസിയായാലും മതത്തിലായാലും ഫിലോസഫിയിലായാലും തത്വശാസ്ത്രങ്ങളിലായാലും ചിന്താധാരകളിലായാലും മറ്റെന്തിലായാലും നല്ലതല്ല എന്നുള്ളതാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് തിരിച്ചറിയുന്നവർ വളരെ ചുരുക്കം. പക്ഷെ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ബോധമുള്ളവന്റെ ബോധം വികസിക്കുകയും അവന് ജ്ഞാനോദയം ലഭിക്കുകയും ചെയ്യട്ടെ. ഈ ചിന്തയിൽ ധ്യാനിക്കുക, ഈ ചിന്ത മനസ്സിലിരിക്കട്ടെ. ഇനി പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. സോ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്തിനു വേണ്ടിയെങ്കിലും നിലകൊള്ളുന്നവൻ എന്നാണ്. ദൈവമുണ്ടായി അല്ലെങ്കിൽ ദൈവത്തിനെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്ന് മതങ്ങൾ കാണിച്ചു തരുന്നതായിട്ടുള്ള ദൈവത്തിനെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് കമന്റിലൂടെ ചോദിച്ചിരുന്നു, ഈ മതങ്ങളൊക്കെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് ജ്ഞാനോദയം കിട്ടിയ അല്ലെങ്കിൽ ബോധോദയം കിട്ടിയ ആളുകളാണോ എന്നുള്ളത്. അതിന്റെ ഉത്തരമെന്ന് പറയുന്നത് ഈ മതങ്ങൾ കൊണ്ട് ജ്ഞാനോദയമോ ബോധോദയമോ കിട്ടിയ ആളുകൾക്ക് യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് ഒരിക്കലും അവർ മതം ഉണ്ടാക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് ചെയ്യില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തു എവിടെയെങ്കിലും എൻ്റെ പേരിൽ ഒരു മതം സ്ഥാപിച്ച് ഇത്തരത്തിൽ റണ്ണ് ചെയ്ത് കൊണ്ടുപോകണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി പ്രാചീന ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയുള്ള ഋഷിവര്യന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കുകയില്ല. ഓൾ ഓഫ് ദം ടോക്ഡ് അബൌട്ട് സ്പിരിച്വാലിറ്റി, ആത്മീയതയെക്കുറിച്ചാണ് അവർ പഠിപ്പിച്ചത്. അവർ പറഞ്ഞു നടന്നത് അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒറ്റ ഡിസയറും മനുഷ്യനെ സ്വർഗതുല്യമായിട്ടുള്ള ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു മെസ്സേജ് മാത്രമാണ് ഈ പ്രവാചകർ എന്ന് പറയുന്നവരൊക്കെ നൽകിയിട്ടുള്ളത്. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഇവരുടെ ഫോളോവേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ മതങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഈ മതത്തിന്റെ ആവശ്യം വരുന്ന ആൾക്കാരായിരിക്കാം മതത്തിനെ രൂപപ്പെടുത്തുന്നത്. കാരണം മതം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ്. യഥാർത്ഥത്തിൽ ഇതാണ് ന്യൂ വേൾഡ് ഓർഡർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിന് ബിയോണ്ട് ആണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സോ മതത്തിന്റെ ഓർഡറിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു യജമാനനും ആ യജമാനന്റെ കീഴിൽ കഴിയുന്നതായിട്ടുള്ള ഒരു ജനവിഭാഗവും അവിടെ വരികയാണ്. യജമാനൻ അവരെ വളരെ ഈസി ആയിട്ട് തത്വങ്ങൾ പറഞ്ഞുകൊണ്ടും ദൈവം അരുളി ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് മതങ്ങൾ പണ്ട് കാലത്ത് മതങ്ങളാകുന്നതിന് മുൻപുണ്ടായിരുന്ന ആത്മീയ അറിവുകൾ മനുഷ്യർക്കിടയിലേക്ക് പറഞ്ഞു കൊടുത്തവരാണ് യഥാർത്ഥ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് യഥാർത്ഥ എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടാവ് അവരെ സ്വർഗതുല്യം ഉയർത്തിയെടുത്തതും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാനിപ്പുലേഷൻ, റിലീജിയൻ ആയാലും മറ്റെന്ത് ശക്തികളായാലും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരുടെയും അടിമയല്ല. ഒരു ഫിലോസഫിക്ക് വേണ്ടിയും നമ്മൾ അന്ധമായിട്ട് കിടന്ന് പണിയെടുക്കുന്നില്ല.
ഒന്നിന്റെയും വാദിയാകാതിരിക്കുക. വാദമുണ്ടാകുന്ന സമയത്താണ് വാദി എന്ന് ചിലപ്പോൾ തമാശ രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ഒന്നിനു വേണ്ടിയും വാദം അല്ലെങ്കിൽ ഒരു ചെരിവ് ചായ്വ് ഉണ്ടാകാതിരിക്കുക. മനുഷ്യന്റെ സന്തോഷത്തിലും അവന്റെ ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള വളർച്ചയിലും മാത്രം ഫോക്കസ് ചെയ്യുക. ഓരോ വ്യക്തിയും ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകം മനോഹരമാകും. പക്ഷേ നിയമവ്യവസ്ഥകൾ ആവശ്യമായിരിക്കാം. കാരണം സ്പിരിച്വാലിറ്റിയുടെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ തലത്തിലുള്ള റെലംസ് അല്ലെങ്കിൽ ഓരോ തലത്തിലുള്ള സ്പൈറൽസിനെ കുറിച്ച്, മെന്റലിസത്തിനെ കുറിച്ചും വൈബ്രേഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ മനുഷ്യകുലത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകളെ നിയന്ത്രിക്കാനായിട്ട് ആത്മീയതയിൽ തന്നെ പണ്ട് പറഞ്ഞു തന്ന അറിവുകളൊക്കെയാണ് മതങ്ങൾ ഇന്ന് പ്രധാന മുഖമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാലം കഴിഞ്ഞു. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിയമവ്യവസ്ഥിതി, ശക്തമായിട്ടുള്ള നിയമവ്യവസ്ഥയാണ് ഇനി ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യുന്നവരെ കൃത്യമായിട്ട് അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം അവരെ നിയന്ത്രിക്കുന്നതിനുള്ള സിസ്റ്റം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭൗതികമായതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് അധികം താല്പര്യമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ വിഷയം അതല്ല. വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോവുകയും ചെയ്യും. നമ്മൾ വരുന്നത് ആത്മീയതയിലെ കാര്യങ്ങൾ തന്നെയാണ്. സോ റിലീജിയൻസ് എന്നുള്ളതിന്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു. ഈ മതത്തിന്റെ ഈ കെട്ടുപാടുകളുടെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു. ഏത് തന്നെ മതമാണെങ്കിലും എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സിന് മതം സ്ഥാപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതും കൊണ്ട് ഗുണമുണ്ടാകുന്ന ആളുകൾക്ക് മാത്രമാണ് അത് സ്ഥാപിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ എന്നും കൂടി മനസ്സിലാക്കുക. സ്പിരിച്വാലിറ്റിയുടെ അമൂല്യമായിട്ടുള്ള സംശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിലേക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുവാനായിട്ട് മനുഷ്യൻ സന്നിവേശിപ്പിച്ച് സൃഷ്ടിച്ചിട്ടുള്ള വ്യവസ്ഥിതികൾ എന്ന് പറയുന്നത്, അതാണ് ഈ പറയുന്ന മതത്തിലേക്ക് പരിണമിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എടുത്തു മാറ്റേണ്ട കാലം അതിക്രമിച്ചിട്ട് പോലും നമ്മുടെ ചുറ്റിനും ഒരുപാട് പേർ അതിനുള്ളിൽ കഴിയുകയാണ്. മനസ്സിലാക്കേണ്ടത് സ്വന്തം ആ ഒരു എക്സിസ്റ്റൻസ്, മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള അവസ്ഥ എന്ത്, ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ട്, ഇതിന്റെ ആത്മീയത എന്താണ്, ശാസ്ത്രം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഭൗതിക ജീവിതത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്, ആത്മീയമായിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോ സ്പിരിച്വൽ ലെവലിലേക്ക് എങ്ങനെയാണ് ഉയർന്നു പോകേണ്ടത്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഞാൻ എന്തിന് ജനിച്ചു, എന്റെ കർമ്മം വൃത്തിയായിട്ട് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നിനെയും തള്ളാത്തത്. റിലീജിയൻസ് വഴിയാണ് ആത്മീയതയുടെ കുറെ എലമെന്റ്സ് ഒരുപാട് ആളുകൾക്ക് കിട്ടിയത്. നാം എല്ലാവരും അത് ഉപയോഗിച്ചായിരിക്കും ചിലപ്പം ആത്മീയതയുടെ പാതയിലേക്ക് വന്നിട്ടുള്ളത്. ബട്ട് വൺസ് യു എൻറ്റേർഡ് ഇൻ ടു ദ പാത്ത് ഓഫ് സ്പിരിച്വാലിറ്റി, അതുവരെ റിലീജിയൻ കാണിച്ചു തന്നിരുന്ന വഴിയിൽ കൂടെ നമ്മൾ എത്തി എന്നുള്ളതാണ്. റിലീജിയന്റെ വഴിയിൽ ഒരുപാട് കല്ലുകളും മുള്ളുകളും വഴിതെറ്റിക്കുന്നതായിട്ടുള്ള സൈൻ ബോർഡുകളും ഉണ്ടായിരുന്നു. കുറെ പേർ അതിൽ വഴിതെറ്റിപ്പോയതിനു ശേഷം മറ്റു മതത്തിൽപ്പെട്ടവരെ തെറ്റാണ് എന്ന് വിളിച്ചു പറയുകയും അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളുമുള്ള വഴിയാണ് മതത്തിന്റെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സോ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ആത്മീയതയുടെ വഴിയിലേക്ക് എത്തിയ ആളുകൾ വളരെ ചുരുക്കമാണ്. അത് ഇന്നത്തെ മതത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടവും മതത്തിന് മുൻപുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടി വരും. മതത്തിന് മുൻപ് പല ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് മതത്തിന്റെ രീതിയിൽ പെരുമാറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. പിന്നീട് ഈ ഗോത്രങ്ങളും പല രീതിയിലുള്ള ട്രഡീഷൻസും ഒക്കെ മതത്തിന്റെ രൂപത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചു വന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എനിവേ, ഇതിനൊക്കെ ഉള്ളിലും ഇതിനപ്പുറത്തൂടെയും ആത്മീയതയാണ് പ്രധാനപ്പെട്ട സംശുദ്ധ ജ്ഞാനം എന്നുള്ളതാണ്. സോ എക്സ്ട്രീമിസ്റ്റ് എന്നുള്ള അവസ്ഥയാണ് നമുക്ക്. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ കേരളത്തിൽ അത്യുഷ്ണമായിരുന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്തൊരു ചൂടാണ്, ഇത് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ആകട്ടെ പെട്ടെന്ന് മഴ വന്നു, വെള്ളം വന്നു. പലരുടെയും വെള്ളം വറ്റിയതിനെ പ്രതി ആളുകൾ കരഞ്ഞിരുന്നവർ ഇന്ന് വെള്ളപ്പൊക്കമാണ് എന്ന് പറയുന്നത് കരയുന്നു. ഇതാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ. മഴ പെയ്താലും കുറ്റം, പെയ്തില്ലെങ്കിലും കുറ്റം എന്ന് പറയുന്ന പോലെ മനുഷ്യൻ എപ്പോഴും പോളറൈസ്ഡ് ആയിട്ട് ചിന്തിക്കും. നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരെ തന്നെ ഒബ്സർവ് ചെയ്താൽ രസകരമാണിത്. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളുടെ ചുറ്റിനുമുള്ള എത്ര പേർ, നമ്മളടക്കം അടങ്ങുന്ന ആളുകൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തൊരു ചൂടാണിത്. ആ ചൂട് മാറി മഴ വന്നപ്പോൾ തന്നെ നമ്മൾ പറയുകയാണ് എന്തൊരു മഴയാണ് അല്ലെങ്കിൽ തണുപ്പാണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ എക്സ്ട്രീമിസ്റ്റ് ആണ്. നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ മഴയും ഈ ചൂടും ഒരേ സ്കെയിലിന്റെ ഭാഗങ്ങളാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ചൂടും ഈ തണുപ്പും ഒരേ സ്കെയിലിന്റെ ഭാഗങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇവിടെയാണ് പോളറൈസേഷൻ വരുന്നത്. ഇവിടെയാണ് പൊളാരിറ്റിയുടെ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ബാലൻസ് കണ്ടെത്തേണ്ടത്. ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. ഉറക്കം വരുന്ന സമയത്ത്, മുറിയിൽ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ ലൈറ്റ് വെളിച്ചത്തിൽ കിടന്ന് ഉറങ്ങുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവർ പറയും ലൈറ്റ് ഓഫ് ആക്കുക, പ്രകാശത്തിനെ വെറുക്കുകയാണ്. എന്നാൽ കുറെ നേരം ഉറങ്ങിക്കഴിഞ്ഞ് രാത്രിയിൽ ഒന്ന് എഴുന്നേക്കേണ്ട ആവശ്യം വന്ന സമയത്ത് ഈ കറണ്ട് ഇല്ല, ഭയങ്കര ഇരുട്ടുമാണ്, എന്ത് പറയും? ഇരുട്ടിനെ കുറ്റം പറയും. ബട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലൈറ്റ് എന്ന് പറയുന്നതിനെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക. ആ ലൈറ്റ് നല്ല പ്രകാശത്തോടെ കത്തി നിൽക്കുന്ന സമയത്ത് ആ ലൈറ്റ് ഡിമ്മായി പതിയെ ഡിമ്മായി വന്ന് അതങ്ങ് കെട്ടുപോയി കഴിയുമ്പോൾ ഡാർക്ക്നെസ് വരുന്നു എന്നുള്ളതാണ്.
ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഇരുട്ടാണ്, നമ്മൾ പതിയെ പതിയെ ഒരു പ്രകാശം വന്ന് നമ്മളെയും നമ്മളുടെ ചുറ്റിനുള്ളതിനെയും നമ്മളുടെ മനസ്സിനെയും ഒക്കെ ആ പ്രകാശത്തിലേക്ക് അങ്ങ് ലയിപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഴുവൻ പ്രകാശമാണ്, ആദ്യം ഇരുട്ടായിരുന്നു. സോ ഹെർമെറ്റിസിസത്തിലെ ഈ പ്രിൻസിപ്പിൾ ഓഫ് പൊളാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഓപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് കൂടുതൽ വ്യക്തമാകും. ഈ ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന്റെ തന്നെ സെയിം ഡിഗ്രിയാണ്. ഇനി നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിലേക്ക് വന്നു നോക്കുക. അതായത് പ്രകാശത്തിന്റെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സെയിം ഡിഗ്രിയാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൂടിന്റെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സെയിം സംഗതി തന്നെയാണ് ഈ പറയുന്ന തണുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്താണ് വെറുപ്പുണ്ടാകുന്നത്, അല്ലെങ്കിൽ വെറുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്താണ് സ്നേഹം ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖമുണ്ട്. ഈ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ പറയുമോ എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല, എന്തിലും ദുഃഖമാണ് എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ ഈ ദുഃഖം തന്നെയാണ് സന്തോഷം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ഹെർമെറ്റിസിസം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതായത് ഈ ദുഃഖം കുറഞ്ഞു 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 വരുന്ന സമയത്ത് നമ്മൾ സന്തോഷത്തിലേക്ക് പോകുന്നു, സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ദുഃഖത്തിലേക്ക് ആകുന്നത്. സോ ഓൾ ദീസ് ആർ സെയിം തിങ്. അത് ഐഡന്റിക്കൽ ആണ് എന്നതും ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ദീസ് ആർ ഓപ്പോസിറ്റ്സ്. ഒരേ കാര്യത്തിന്റെ വേരിയിങ് ഡിഗ്രീസ് ആണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് പൊളാരിറ്റിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓൾ ഫെനോമിനാസ് അല്ലെങ്കിൽ എല്ലാ പ്രതിഭാസങ്ങളും ഇന്റർ കണക്റ്റഡും ഇന്റർ ഡിപ്പെൻഡന്റുമാണെന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് പൊളാരിറ്റി നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ കാര്യങ്ങളും ഡ്യുവൽ ആണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഓപ്പോസിറ്റ് പോൾസ് ഓർ ധ്രുവങ്ങളുണ്ട്. എല്ലാം പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ് മാത്രമാണ് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് പൊളാരിറ്റി വെളിവാക്കുന്നത്. നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും ഒന്ന് തന്നെയാണ്. ഒരു കാര്യത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ആ ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് അനിഷ്ടമായിട്ട് മാറി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമുണ്ട്. ഒരു ദിവസം നിങ്ങൾ ആ ഭക്ഷണം നല്ലതുപോലെ കഴിച്ചതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ആ ഭക്ഷണം കിട്ടി. എല്ലാ ദിവസവും നിങ്ങൾക്ക് സെയിം ഭക്ഷണം കിട്ടുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ആ ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം പതിയെ പതിയെ കുറഞ്ഞു വന്ന് പിന്നെയും അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടം മാറി അത് ഒരു അൺലൈക്ക് ആയിട്ട് മാറുകയാണ്, ഇഷ്ടക്കേടായിട്ട് മാറുകയാണ്. നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ്സ് നമുക്ക് പ്രകൃതിയിലും കാണുവാനായിട്ട് സാധിക്കും. ഒരേ കാര്യത്തിന്റെ തന്നെ പല ഡിഗ്രീസ്. മഞ്ഞിൽ ഉറഞ്ഞ സ്ഥലങ്ങളുണ്ട്, ജലത്താൽ മൂടപ്പെട്ട സ്ഥലങ്ങളുണ്ട്, ജലം തിളച്ച് നീരാവിയായി പോകുന്ന അവസ്ഥകൾ നമുക്കറിയാം. ഇതെല്ലാം ഒരേ കാര്യത്തിന്റെ ഡിഫറെന്റ് ഡിഗ്രീസ് ആണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പിശാചിനെയും ഈവിളും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സെയിം ഗോഡ് ക്രിയേറ്റഡ് ഗുഡ് ആൻഡ് ഈവിൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള ഈ ജഡികമായിട്ടുള്ള അവസ്ഥയും ആത്മീയതയുടെ ഉന്നത തലങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ സംഗതിയുടെ തന്നെ ഓപ്പോസിറ്റ്സ് ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് രണ്ടും ഒരേ സംഗതിയുടെ തന്നെ വേരിയിങ് ഡിഗ്രീസ് ആണെന്ന് പറയേണ്ടി വരും. ഒരു ക്രിയേറ്റർ ഉണ്ടാകുന്ന സമയത്ത് അവനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ക്രിയേറ്റർ ഈസ് നോട്ട് അൾട്ടിമേറ്റ് എന്ന് പറയേണ്ടി വരും. ഈ ഓപ്പോസിറ്റ്സിന്റെ അപ്പുറത്തേക്കാണ്, അല്ലെങ്കിൽ അതിന്റെ ഹയർ ലെവലാണ് സ്പിരിച്വാലിറ്റിയുടെ പീക്ക് എന്ന് പറയുന്നതും ദൈവത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നതും. ഇനി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ കാര്യം എടുത്തു നോക്കൂ. അതിലുമുണ്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ധ്രുവങ്ങൾ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജഡത്തിന്റെ മോഹത്തിന് അടിപ്പെടുന്നതിന് പകരം ആത്മീയമായി വളരുകയാണെങ്കിൽ മാത്രമേ ദൈവത്തിനെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. സാധാരണ മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ജഡം എന്ന് പറയുന്നത് ഒരു പൊളാരിറ്റിയാണ്. അതിൽ നിന്ന് ഗ്രോ ചെയ്ത് പോകുമ്പോഴാണ് സ്പിരിച്വാലിറ്റിയുടെ പീക്കിലേക്ക് ഒരു മനുഷ്യന് എത്താനായിട്ട് സാധിക്കുന്നതും ദൈവവുമായിട്ട് ഐക്യപ്പെടാനായിട്ട് സാധിക്കുന്നതും. സോ ഈ പൊളാരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ട്രാൻസ്മ്യൂട്ടേഷൻ സാധ്യമാകുന്നത്. ഈ പൊളാരിറ്റീസിന് വേരിയിങ് ഡിഗ്രീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മനസ്സെടുത്ത് നോക്കുകയാണെങ്കിൽ പോലും കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും നമുക്ക് പൊളാരിറ്റീസ് അവിടെയും ദൃശ്യമാകുന്നതാണ്. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് പരിവർത്തനം എന്ന് പറയുന്നത് സെയിം തിങ്ങിന്റെ തന്നെ ഡിഗ്രി മാറ്റുന്നതാണ്. നമ്മുടെ മുന്നിൽ ഒരു സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ അതിൽ കൂടെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ പോയിന്ററിനെ മാറ്റി വെക്കുന്നതാണ് പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പരിവർത്തനം സാധ്യമാകുക എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തിക്ക് ഓഡിയൻസിനോട് പുറത്തിറങ്ങി സംസാരിക്കാനായിട്ട് തീരെ മടിയാണ് അല്ലെങ്കിൽ പേടിയാണ്, എന്നാൽ അയാളുടെ കർമ്മത്തിലേക്ക് അത് ആവശ്യവുമാണ്. എന്ത് ചെയ്യും? അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഡിയൻസ് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയുന്ന കാര്യം, ജനത്തിനോടുള്ള പേടി, സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്ന കാര്യം പതിയെ പതിയെ ഈ ഒരു അവസ്ഥ കുറച്ചു കൊണ്ടുവരിക. എങ്ങനെയാണ് അത് സാധ്യമാകുക? പലർക്കും പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് മാറ്റണം.
ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ലോലി യു ക്യാൻ ചേഞ്ച്. സോ ഈ ഒരേ കാര്യത്തിൽ തന്നെയാണ് നമ്മളുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ കാര്യത്തിനെ പതുക്കെ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള പൊസിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഈ അവസ്ഥയിലെത്തിയ ആൾക്കാർ ന്യൂട്രൽ ആയിരിക്കും എന്നുള്ളതാണ്. ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സ്ട്രീം പൊളാരിറ്റീസിനെ കാണാനും മനസ്സിലാക്കാനും അത് ഉപയോഗപ്പെടുത്തുവാനും അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ജനതയോ ഒരു സമൂഹത്തിനെയോ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് റിലീജിയൻസിലും മറ്റു പല ചിന്താധാരകളിലും നിയന്ത്രണ സംവിധാനങ്ങളിലും ഇതെങ്ങനെയാണ് ബ്രില്യന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത്. സോ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്റൻഷൻസിനെ പോസിറ്റിവിറ്റിയിലേക്ക് അടുപ്പിക്കുകയാണെങ്കിൽ, നമ്മളെ തന്നെ ആ സ്കെയിലിന്റെ ന്യൂട്രൽ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ ടുവാർഡ് നമ്മൾ ഡിസയർ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിലെ വിഷ്വലൈസേഷൻസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സജഷൻസ് അല്ലെങ്കിൽ ഓട്ടോ സജഷൻസ്, സ്വയം സജഷൻസ് കൊടുക്കുന്ന രീതിയിലോ അഫർമേഷൻ കൊടുക്കുന്ന രീതിയിലോ ഒക്കെ ഈ കാര്യത്തിനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ഭയക്കുന്ന കാര്യവുമായിട്ട് പതിയെ പതിയെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്, വാട്ട് യു നീഡ് എക്സിസ്റ്റ് ബിയോണ്ട് യുവർ ഫിയർ എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഭയത്തിനപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭയമാകുന്ന മല മറികടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സ്വർഗരാജ്യത്തിലേക്ക് എത്താമെന്നുള്ളത്. സോ പയ്യെ മൂവ് ചെയ്യുന്ന സമയത്ത് വിജയിക്കാനായിട്ട് സാധിക്കും. ആഴങ്ങൾ എന്ന് പറയുന്നത് ഉയരത്തിന്റെ തന്നെ മറ്റൊരു മാനമാണ്. വൈബ്രേഷൻ താഴ്ന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഉണ്ടാകുക. നമ്മുടെ വൈബ്രേഷനെ റേസ് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ടുവാർഡ് ഒരു ഹൈ വൈബ്രേഷണൽ സ്റ്റേജിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഉയർത്തുകയാണ്, പരിവർത്തനപ്പെടുത്തുകയാണ്. നമ്മളുടെ മുന്നിലായിരിക്കുന്ന നമുക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്ത് മടുക്കുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഒന്ന് പിന്നോട്ട് മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് പൊളാരിറ്റീസ് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളായിരിക്കും, നമ്മളുടെ പുറത്തെ കാര്യങ്ങളായിരിക്കും, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടതോ ജോലി സ്ഥലമോ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടതോ ഒക്കെ ആയിരിക്കും. എവരിവെയർ യു ക്യാൻ സീ പൊളാരിറ്റീസ്. ഇതിൽ നിന്നൊന്നും മാറി നിന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാനും അതിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കാനും നമുക്ക് സാധിക്കും. സോ ഡീപോളറൈസ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഡീപോളറൈസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കൺട്രോൾ എവരിത്തിങ്, അല്ലെങ്കിൽ യു ക്യാൻ മാനിപ്പുലേറ്റ് എവരിത്തിങ്. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം എടുക്കുക. ഒരു ബയാസും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മീഡിയയും വ്യക്തികളും പ്രസ്ഥാനങ്ങളും പല രീതിയിൽ നിങ്ങളെ പോളറൈസ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് സ്വയം ഡീപോളറൈസ്ഡ് ആകുക, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മിഡിൽ പാത്തിലേക്ക് വന്നു നോക്കൂ. ദെൻ യു ഹാവ് ദ കൺട്രോൾ ഓവർ എവരിത്തിങ്. സത്യത്തിനെ നിങ്ങൾക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പോളറൈസേഷന്റെ ഈ തത്വങ്ങൾ മനസ്സിലാക്കി ബ്രില്യൻ്റ് ആയിട്ട് ഇത് ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക, ഇതിനെ പ്രതി ധ്യാനിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ വരാനിരിക്കുന്ന വീഡിയോകളിൽ വിശദീകരിക്കാം. തൽക്കാലത്തേന് ഇവിടെ നിർത്തുകയാണ്. നമസ്തേ.